നമ്മൾ ട്രിവാൻഡ്രക്കാരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലേ ഈ ഒരു പാൽപ്പായസവും ബോളിയും. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് പാൽപ്പായസമാണ്. ഒറിജിനൽ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കപ്പോളം മട്ട പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് മാറ്റി ഇതിലേക്ക് 1 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം വെള്ളമൊക്കെ ഒന്ന് വറ്റി കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അത് റെഡിയായി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പാൽ നമ്മൾ നല്ലോണം കട്ടിയാക്കിയിട്ട് തന്നെ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുത്തിട്ട് നല്ലോണം തിളപ്പിച്ച് ഇപ്പോൾ നമ്മളൊരു 2 ലിറ്റർ പാൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ പകുതിയാക്കണം. 1 ലിറ്ററോളം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് അപ്പോൾ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചൊരു 2 മണിക്കൂറത്തെ പണിയാണ്. പിന്നെ തിളപ്പിച്ച് ഇങ്ങനെ കുറുക്കിയെടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് റൈസ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അത് പാകമായിട്ട് വന്ന് വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചോറും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തെടുക്കാം. റൈസ് ഫുള്ളി കുക്കഡാണ്. നമ്മൾ ആ ഒരു പഞ്ചസാരയിലും പാലിനും ചേർക്കുമ്പോൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് കട്ടിയാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ്, നിർബന്ധമില്ല, ആ ഒരു ഒറിജിനൽ റെസിപ്പിയിൽ നെയ്യേ ഇല്ല. പക്ഷേ ഞാൻ ഒരു ചെറിയൊരു പായസമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ഒരു മനസ്സമ്മാനത്തിന് ഇട്ടതാണ്. പിന്നെ ഒരു കഷ്ണം വൈനയിലയും കൂടെ ചേർത്തു.